നമസ്കാരം, ഞാൻ ഉഷ ഷാനവാസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്തനാർബുദത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. എന്താണ് സ്തനാർബുദമെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. നമ്മുടെ സ്തനത്തിന് 3 ഭാഗങ്ങളുണ്ട്. 1 ലോബ്യൂൾ എന്ന് പറയും, 2 നാളികൾ എന്ന് പറയും, 3 ബന്ധിത ടിഷ്യൂ എന്ന് പറയും. ഇതിൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് ലോബ്യൂൾസ്. പാല് മുലക്കണ്ണിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് നാളികൾ. ഈ നാരുകളും കൊഴുപ്പുകളും അടങ്ങിയിട്ടുള്ളതാണ് ബന്ധിത ടിഷ്യൂ എന്ന് പറയുന്നത്. ഈ ബന്ധിത ടിഷ്യൂ ആണ് ഇവയെല്ലാം ഒരുമിച്ച് താങ്ങി നിർത്തുന്നത്. ഇതിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ബാധിക്കുന്ന അർബുദത്തെയാണ് നമ്മൾ സ്തനാർബുദം എന്ന് പറയുന്നത്. ഈ സ്തനാർബുദം തന്നെ വിവിധ തരത്തിലുണ്ട്. ഒന്നാമത്തേത് ഇൻവേസിസ് ഡക്റ്റൽ കാർസിനോമ എന്ന് പറയും. അതായത് അർബുദ കോശങ്ങൾ നാളങ്ങളിൽ ആരംഭിക്കുകയും പിന്നീട് നാളങ്ങൾക്ക് പുറത്ത് സ്തനകോശത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വളരുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയോ അല്ലെങ്കിൽ മെറ്റാസ്റ്റൈസിസ് ചെയ്യുകയോ ചെയ്യാം. രണ്ടാമത്തേതാണ് ഇൻവേസിസ് ലോബുലാർ കാർസിനോമ. അതായത് അർബുദ കോശങ്ങൾ ലോബ്യൂളുകളിൽ ആരംഭിക്കുകയും പിന്നീട് അടുത്തുള്ള സ്തനകോശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ഈ ആക്രമണാത്മക ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. ക്യാൻസർ രോഗത്തിൻ്റെ സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലക്ഷണങ്ങൾ ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ലക്ഷണങ്ങൾ കണ്ടില്ലെന്ന് വരാം. ചില മുന്നറിയിപ്പ് സൂചനകൾ ഇവയൊക്കെയാണ്. താഴെ ഞാൻ ഇനി പറയുന്നവയാണ്. സ്തനത്തിലോ കക്ഷത്തിലോ മുഴ ഒരു ലക്ഷണമാണ്. സ്തനത്തിൻ്റെ ഒരു ഭാഗം കട്ടിയാവുകയോ വീർക്കുകയോ ചെയ്യുക. അതുപോലെ സ്തനങ്ങളുടെ ചർമ്മത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം, ചുമന്ന കളർ വരികയോ വെള്ള കളർ വരികയോ തടിച്ച് വരികയോ അങ്ങനെയൊക്കെയുള്ള മാറ്റം. മുലക്കണ്ണിൻ്റെ ഭാഗത്തോ സ്തനത്തിലോ ചുവപ്പ് നിറം അടർന്നു പോകുന്ന രീതിയിലുള്ള ചർമ്മം. അതുപോലെ മുലക്കണ്ണ് വലിയുക അല്ലെങ്കിൽ മുലക്കണ്ണിൻ്റെ ഭാഗത്തുള്ള വേദന. മുലപ്പാലല്ലാതെ മുലക്കണ്ണിൽ നിന്ന് രക്തം ഉൾപ്പെടെയുള്ള ഡിസ്ചാർജ്. അതുപോലെ സ്തനത്തിൻ്റെ വലുപ്പത്തിലോ ആകൃതിയിലോ മാറ്റം. സ്തനത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വേദന. ഇതെല്ലാം അർബുദ ലക്ഷണങ്ങളോ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അർബുദമല്ലാത്ത മറ്റു പല അവസ്ഥകളിലും ഇവയുണ്ടാവാം. എന്തെങ്കിലും ലക്ഷണം കണ്ടാൽ ഉടനെ ഡോക്ടറെ കാണുക. ചിലപ്പോൾ പീരീഡൊക്കെ ആവുന്ന സ്ത്രീകൾക്ക് സ്തനം ഇങ്ങനെ കല്ലിച്ചിരിക്കും, ഭയങ്കര തൊടാൻ പറ്റാത്ത പോലെ കല്ല് പോലെ ഇരിക്കും, ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവും. അതൊന്നും ഇതിൻ്റെ ഒരു ലക്ഷണമല്ല. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി സ്തനാർബുദം നമുക്ക് തടയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നമുക്ക് തടയാൻ സാധിക്കും. എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന സ്ത്രീകളിൽ സ്തനാർബുദത്തിന് സാധ്യത കുറവാണ്. ശാരീരികമായി സജീവമല്ലാത്ത സ്ത്രീകളിൽ സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആക്റ്റീവായിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആർത്തവ വിരാമത്തിനു ശേഷം അമിതവണ്ണമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് വണ്ണം കുറയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തുക വഴി സ്തനാർബുദ സാധ്യത തടയാം. അമിതവണ്ണമുള്ള പ്രായമായ സ്ത്രീകൾക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ്. ചില ഹോർമോൺ ചികിത്സകൾ സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. അതുകൊണ്ട് ഇത്തരം ചികിത്സകൾക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സഹായം നമ്മൾ തേടണം. പിന്നെ ആർത്തവ വിരാമ സമയത്തെടുക്കുന്ന ചില ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, അതായത് ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന 2 ഹോർമോണാണ് ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. 5 വർഷത്തിൽ കൂടുതൽ എടുക്കുന്നത് സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കും. ജനന നിയന്ത്രണ ഗുളികകളുടെ അമിത ഉപയോഗം സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കും. അതുപോലെ ഗർഭധാരണം നേരത്തെയാക്കുക. നേരത്തെ വിവാഹം കഴിക്കുന്നവർ കുട്ടികൾക്ക് 30 വയസ്സിന് മുൻപേ പ്ലാൻ ചെയ്യുന്നതാണ് നല്ലത്. 30 വയസ്സിന് ശേഷമുള്ള ആദ്യത്തെ ഗർഭധാരണം പലരിലും സ്തനാർബുദ സാധ്യത കൂട്ടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിനെ നല്ലതുപോലെ മുലയൂട്ടാൻ കഴിയാത്ത അമ്മമാരിൽ സ്തനാർബുദ സാധ്യത കൂടുതലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മുലയൂട്ടൽ ഒരുപാട് ഗുണം ചെയ്യും അമ്മയ്ക്കും കുഞ്ഞിനും. സ്തനാർബുദത്തിൻ്റെ സാധ്യത ഇല്ലാതാവുന്നതോടൊപ്പം തന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം നിലനിർത്താൻ സാധിക്കും.
കുഞ്ഞിന് ആരോഗ്യകരമാണ്. കുഞ്ഞിൻ്റെ ഇമ്മ്യൂണൈസേഷന് നല്ലൊരു മരുന്ന് കൂടിയാണ് മുലപ്പാൽ. അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കും മുലയൂട്ടുന്നത് വഴി. അതുപോലെ പ്രസവ സമയത്ത് വികസിച്ചിരിക്കുന്ന ഗർഭപാത്രം പൂർവ്വസ്ഥിതിയിലാകാനായിട്ട് മുലയൂട്ടൽ സഹായിക്കും. അപ്പം ഞാനിപ്പോൾ ഇന്നിവിടെ സംസാരിച്ചത് സ്തനത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഓരോന്നിൻ്റെ ജോലികളെക്കുറിച്ച് പറഞ്ഞു, വിവിധ സ്തനാർബുദങ്ങളെക്കുറിച്ച് പറഞ്ഞു, അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു, സ്തനാർബുദം തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ദയവ് ചെയ്ത് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത്രയും നേരം എന്നെ കേട്ടതിന് നന്ദി.